കേരളവിഷൻ ന്യൂസ് തൃശൂർ. ഇന്നൊക്കം ടോപ്പ് ഹെഡ്ലൈൻസ്. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചു കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം. നിയമം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് കെ.സി. വേണുഗോപാൽ. പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവരാൻ ജെ.പി.സിക്ക് അധികാരമില്ലെന്ന് എൻ.കെ. പ്രേമചന്ദ്രൻ. പ്രതിപക്ഷം നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് മന്ത്രി കിരൺ റിജിജു. ബില്ല് മുസ്ലിം വിരുദ്ധമല്ലെന്നും മന്ത്രി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. ചർച്ച നാളെ വൈകിട്ട് 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് ആശാ വർക്കർമാർ. ആശമാരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് 3ാം തവണ. CPIM 24ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കം. മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രകാശ് കാരാട്ട്. സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ച് പാർട്ടി കോൺഗ്രസിൽ പ്രമേയം. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. അധിക വരുമാനം കണ്ടെത്താനുള്ള നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്നും പ്രമേയം. വാളയാർ കേസിൽ ഹൈക്കോടതി ഇടപെടൽ. പ്രതികളായ മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞു. CBI കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിലും ഇളവ്. ഒരു നടപടിയും പാടില്ലെന്നും കോടതി. വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഗോകുലിന് പ്രായപൂർത്തിയായില്ലെന്ന് രേഖകൾ. ഗോകുലിന് പ്രായപൂർത്തിയാകാൻ 2 മാസം കൂടിയുണ്ടെന്ന് സ്കൂൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. ഗോകുലിന്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ചിന്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ട കഴകക്കാരൻ ബാലു രാജിവെച്ചു. അവധിക്ക് ശേഷം ജോലിയിൽ പ്രവേശിക്കാനിരിക്കെ ദേവസ്വം ഓഫീസിലെത്തി രാജിക്കത്ത് കൈമാറി. വ്യക്തിപരമായ കാരണങ്ങളിലാണ് രാജിയെന്ന് കത്തിൽ. രാജി സ്വീകരിച്ചതായി കൂടൽമാണിക്യം ദേവസ്വം. റാങ്ക് പട്ടികയിലെ 2ാമനെ പരിഗണിക്കുമെന്ന് KDRB ചെയർമാൻ. ആലപ്പുഴയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് കണ്ണൂർ സ്വദേശി തസ്ലിമയും ആലപ്പുഴ സ്വദേശി ഫിറോസും. സിനിമാ താരങ്ങൾക്കും കഞ്ചാവ് വിതരണം ചെയ്തിരുന്നുവെന്ന് തസ്ലിമയുടെ മൊഴി. ചില താരങ്ങൾക്കൊപ്പം ടൂർ പോയിട്ടുണ്ടെന്നും പ്രതികൾ. പഞ്ചായത്ത് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ. സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ അടിച്ചു മോന്ത പൊട്ടിക്കുമെന്ന് MLA. ഭീഷണി പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക്. സെക്രട്ടറി സഹോദരിയോട് മോശമായി പെരുമാറിയെന്ന് മുഹമ്മദ് മൂസിൻ. എമ്പുരാന്റെ റീ എഡിറ്റ് പതിപ്പ് തിയേറ്ററുകളിൽ. തിരുവനന്തപുരം ആർട്ടെക് മാളിൽ ഇന്നലെ പ്രദർശിപ്പിച്ചു. പുതിയ പതിപ്പിൽ മാറ്റം. 24 ഭാഗങ്ങളിൽ. വില്ലന്റെ പേരിലും മാറ്റം. ഡൊണാൾഡ് ട്രംപിന്റെ ആഗോള തീരുവ പ്രഖ്യാപനം ഇന്ന്. ആശങ്കയിൽ ലോക വിപണി. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് 20% തീരുവ വന്നേക്കും. IPL-ൽ ഇന്ന് ബംഗളൂരു ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 ബംഗളൂരുവിൽ. ജയം തുടരാനുറച്ച ടീമുകൾ. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം.